ഡോക്ടർ, ഒരു ലങ് ക്യാൻസർ ശ്വാസകോശം റിമൂവ് ചെയ്യാതെ ക്യാൻസർ മാറ്റിയെന്ന് ഡോക്ടറിനെ പറ്റി ഒരു ന്യൂസ് റീസെന്റ് കണ്ടു. അതെന്താന്ന് മനസ്സിലായില്ല, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതൊരു 26 വയസ്സുള്ളൊരു യുവതിയായിരുന്നു. നമ്മുടെ കണ്ണൂർ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലാണ്. സാധാരണ ശ്വാസകോശത്തിലെ ക്യാൻസർ, ശ്വാസകോശത്തിൽ വരുന്ന ക്യാൻസർ അഡിനോ കാർസിനോമ, സ്ക്വാമസ് സെൽ കാർസിനോമ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ക്യാൻസർ ഉണ്ട്. പൊതുവെ ശ്വാസകോശം റിമൂവ് ചെയ്യലാണ്. ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം, ഇപ്പോൾ റൈറ്റ് സൈഡ് ആണെങ്കിൽ അപ്പർ ലോബ്, മിഡിൽ ലോബ്, ലോവർ ലോബ്, അതിൽ 1-2 ലോബ് റിമൂവ് ചെയ്യുന്നതാണ് ശ്വാസകോശത്തിൻ്റെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ബട്ട് ന്യൂറോ എൻഡോക്രൈൻ ട്യൂമർ എന്ന് പറയുന്നത് ശ്വാസകോശത്തിലല്ല, ശ്വാസനാളിയിൽ വരുന്ന ബ്രോങ്കസിൽ വരുന്ന ഒരു ട്യൂമറാണ് കോമൺ ആയിട്ട്. മറ്റേ സാധാരണ ശ്വാസകോശ ട്യൂമറിൻ്റെ അത്രയും പ്രശ്നക്കാരനല്ലാത്തതാണ് ഈ ന്യൂറോ എൻഡോക്രൈൻ ട്യൂമർ. അപ്പോൾ ഈ ശ്വാസനാളിയിൽ, അതായത് ശ്വാസകോശത്തിലേക്ക് പോകുന്ന വിൻ പൈപ്പ്, അതിൽ ഈ ശ്വാസനാളിയിൽ ഈ ന്യൂറോ എൻഡോക്രൈൻ ട്യൂമർ വന്നാൽ ആക്ച്വലി ശ്വാസകോശം റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ പലപ്പോഴും ടെക്നിക്കൽ റീസൺ കാരണം ശ്വാസനാളിയുടെ കൂടെ ശ്വാസകോശം റിമൂവ് ചെയ്യേണ്ടി വരാറുണ്ട്. ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം, ലോബക്ടമി എന്ന് അതിന് പറയാം. അപ്പം ഒരു 26 വയസ്സുള്ള ആ യുവതിയിൽ ബ്രോങ്കസ് ഇന്റർമീഡിയസ്, ശ്വാസനാളിയുടെ ഒരു ഭാഗത്തുള്ള ട്യൂമർ, അത് ശ്വാസകോശത്തിൻ്റെ 3 അറകളും പ്രിസേർവ് ചെയ്ത് അവിടെ തന്നെ വെച്ചുകൊണ്ട് ശ്വാസനാളി മാത്രം ഒരു ഭാഗം കട്ട് ചെയ്ത് ബാക്കി ശ്വാസകോശം ഈ ശ്വാസനാളിയിലേക്ക് തുന്നിച്ചേർക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് ഒരു സ്ലീവ് റിസെക്ഷൻ വിത്ത് ബ്രോങ്കിയൽ അനാസ്റ്റമോസിസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ ശ്വാസകോശം മുഴുവനായിട്ട് നമുക്ക് പ്രിസേർവ് ചെയ്യാൻ പറ്റും. അത് അവരുടെ ലൈഫിൽ അത് എന്താ പറയുക, ഒരു റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാവുന്നതിനെ തടഞ്ഞു നിർത്തും. അപ്പം അത് വലിയ ഹെൽപ്ഫുൾ ആണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പം അങ്ങനെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു അന്ന് ന്യൂസിലേക്ക് വന്നിരുന്നത്.